നമുക്ക് കൊച്ചിയിലേക്ക് പോകാം. മുഹ്സിനാസും ഉണ്ട്. മുഹ്സിന, ഗുഡ് മോർണിംഗ്. കൊച്ചിയിൽ കാര്യമായ തർക്കങ്ങളില്ലാതെ മേയറെ കണ്ടെത്തണം എന്നതാണ് വി ഡി സതീഷിന്റെയും ഷിയാസിന്റെയും ഒക്കെ നിലപാട്. എങ്കിൽ കൂടിയും 3 പേരുടെ പേരവിടെ കാര്യമായി പരിഗണിക്കുന്നുണ്ട്. ദീപ്തിക്ക് തന്നെയാണ് മുൻതൂക്കം എന്നാണ് മനസ്സിലാക്കുന്നതെങ്കിൽ കൂടിയും ഷൈനി മാത്യു ഉൾപ്പെടെയുള്ള ആളുകൾ അപ്പുറത്തുണ്ട്. അപ്പോൾ ഒരു തർക്കത്തിലേക്ക് പോകാതെ എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയുന്ന ഒന്നാണോ അവിടെ മേയർ പദവി നിശ്ചയിക്കൽ? അതിന്റെ ചർച്ചകളിലേക്ക് കടന്നിട്ടുണ്ടോ നിലവിൽ UDF കോൺഗ്രസ് എന്നാണോ കരുതുന്നത്? വെരി ഗുഡ് മോർണിംഗ് സൈഫുദ്ദീൻ. എന്താണെങ്കിലും ഇക്കുറി അത്തരത്തിൽ തർക്കത്തിനൊരു അടിസ്ഥാനമില്ല എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ആദ്യഘട്ടത്തിൽ തന്നെ സൂചിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതായത് ചർച്ചകൾ സജീവമാണ്. സൂചിപ്പിച്ചതുപോലെ തന്നെ KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ്, അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK മിനിമോൾ, മുൻ കൗൺസിലർ ഷൈനി മാത്യു തുടങ്ങി 3 പേരുടെ പേരുകളാണ് വളരെ സജീവമായി മേയർ സ്ഥാനത്തേക്കുള്ളത്. ഇക്കുറി വനിതാ മേയർ ആണ് സംവരണം എന്നുള്ള വന്നപ്പോൾ തന്നെ ഈ പറഞ്ഞ 3 പേരെയും പരിഗണനാ പട്ടികയിലുണ്ട്. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള വിജയമാണ് UDFന് കിട്ടിയിരിക്കുന്നത്. 47 സീറ്റ് ലഭിച്ചതോടുകൂടി ഒറ്റയ്ക്ക് UDFന് ഭരിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള തർക്കങ്ങളും പാർട്ടി ഭിന്നതകളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് വലിയ രീതിയിൽ നല്ല രീതിയിൽ മുന്നേറുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള തർക്കങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ലാത്ത രീതിയിൽ കൂട്ടായ ഒരു തീരുമാനം ആരാണ് മേയർ എന്നുള്ള കാര്യത്തിൽ എടുക്കും. അത് വൈകാതെ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ ദീപ്തി മേരി വർഗീസിനും അതുപോലെ തന്നെ മിനിമോൾക്കും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നുണ്ട്. അതിൽ തന്നെ ഈ 2 പേരിൽ ആരാകുമെന്നുള്ളതാണ്. ആദ്യം നമ്മൾ 3 പേരുടെ പേര് പറഞ്ഞു, പിന്നെ കൂടുതൽ സാധ്യത പറഞ്ഞത് 2 പേർ. ഈ 2 പേരിൽ ആരാകുമെന്നുള്ളതാണ് നമ്മൾ ഇനി കാത്തിരുന്ന് കാണേണ്ടത്. അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കുള്ള പേരുകളും വലിയ സജീവ പരിഗണനയിലുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനും ഇടയിലാണ് UDFന് ഭരണം നഷ്ടമായൊരു സാഹചര്യം ഉണ്ടായത്. പ്രധാന കാരണമായി വന്നത് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന TK അഷ്റഫിൻ്റെ ചുവടുമാറ്റമായിരുന്നു. TK അഷ്റഫ് മറുപക്ഷത്തോട് പോയതോടുകൂടിയാണ് ഭരണം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. എന്താണെങ്കിലും ഇക്കുറി TK അഷ്റഫ് ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെ തന്നെ മത്സരിച്ച് ജയിച്ച് തിരികെ വന്ന് UDFൻ്റെ കൂടെ തന്നെ വലിയ രീതിയിൽ തന്നെ സജീവമായി പ്രചാരണ രംഗത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ TK അഷ്റഫിന് ഇത്തരത്തിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനം നൽകണമെന്നൊരാവശ്യവും ഉയർന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ മുൻ കൗൺസിലറും ഇപ്പോൾ നല്ല രീതിയിൽ ജയിച്ചു വന്ന MG അരിസ്റ്റോട്ടലിനും ഒരു സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. അതുപോലെ ഹെൻറി ഓസ്നാദും അദ്ദേഹവും മുൻ കൗൺസിലർ കൂടിയായിരുന്നു. ഈ 3 പേരുടെ പേരുകളും സജീവ പരിഗണനയിലുണ്ട്. അതായത് ആരൊക്കെ ആകണം എന്നുള്ള കാര്യത്തിൽ ചർച്ചകൾ നടക്കുമ്പോൾ ആരൊക്കെയാണ് സാധ്യത ലിസ്റ്റിലുള്ളത് എന്നുള്ളത് നേരത്തെ തന്നെ ഒരു പട്ടികയിൽ ഇടം പിടിച്ച കാര്യമാണ്. എന്താണെങ്കിലും അത് സജീവ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. വൈകാതെ തന്നെ ആരാകും കൊച്ചിയുടെ വനിതാ മേയർ സ്ഥാനാർത്ഥി എന്നുള്ളത് വൈകാതെ തന്നെ അറിയാൻ സാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. സൈഫുദ്ദീൻ. യെസ്, അത് തന്നെയാണ്. അപ്പോൾ കൊച്ചിയിലും ഒരൊറ്റ പേരിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. അതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. പല പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. അതിൽ ഏത് പേരിലേക്ക്